നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മധുബാലൻ. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, ഈ വാക്ക് അറിയാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിത വിജയത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരോടും കടപ്പെട്ടിട്ടുണ്ട്. ഈ കടപ്പാടിനെക്കുറിച്ച് ശരിക്കും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ പരാതികളേ ഉണ്ടാവില്ല. എപ്പോഴും നന്ദിയോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കും. ഒരു ഹയർ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലോട്ട് മാറാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാനും എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. മാജിക് എന്നുള്ള ബുക്കൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രമാത്രം പ്രാധാന്യം ഗ്രാറ്റിറ്റ്യൂഡിനുണ്ടെന്ന്. ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം, ചില നിരീക്ഷണങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ നന്ദിയോടെ, നന്ദി ഉള്ളവന് കൂടുതൽ ലഭിച്ചിടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും തിരിച്ചെടുക്കപ്പെടും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നിലയിലെത്തിയതിന് പിന്നിൽ ഒരുപാട് പേരുടെ പരിശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ നമുക്ക് അൺകണ്ടീഷണലായിട്ട് യൂണിവേഴ്സ് തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാറ്റും വെളിച്ചവും വായുവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ വളർന്ന് ഇതുവരെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് അപരിചിതരുടെ സഹായം കിട്ടിയിട്ടുണ്ട്. ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങി അസംഖ്യം സഹായങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അത് കടയിൽ പോയിട്ട് ആ സാധനം വാങ്ങിച്ച് വീട്ടിൽ കുക്ക് ചെയ്ത് നമ്മൾ കഴിക്കുന്നെങ്കിലും അത് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ കയ്യിൽ എത്തുന്നത് വരെ, ആ കടയിൽ നമ്മൾ വാങ്ങിക്കുന്നത് വരെയുള്ള ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ ഒരു ടീം വർക്കിൻ്റെ പരിണിത ഫലമായിട്ടാണ് നമ്മളുടെ ഡൈനിങ് ടേബിളിലേക്ക് ആ ഫുഡ് എത്തുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഭക്ഷണമൊന്നും കളയാൻ വേണ്ടി തോന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരു സാധനവും നമുക്ക് നശിപ്പിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. എപ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡ് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഓരോ കാര്യങ്ങളെയും നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്രിഷിയേറ്റ് ചെയ്യാത്ത ഒരു കാര്യവും നമ്മുടെ കൂടെ നിൽക്കില്ല. അപ്പോൾ നിങ്ങളുടെ ബന്ധം തന്നെ നോക്കുള്ളൂ. നിങ്ങളുടെ സൗഹൃദ വലയങ്ങളെ നിങ്ങൾ നല്ല രീതിയിൽ അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോവില്ലേ? നിങ്ങളുടെ ഭാര്യ ആയാലും ശരി, നിങ്ങളുടെ കാമുകയായാലും ശരി, നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ നിങ്ങളുടെ കുട്ടികൾ വരെ അവർ നല്ല മാർക്ക് വാങ്ങിക്കും, നല്ല പെർഫോമൻസ് നടത്തുന്നു, ചിലപ്പോൾ ചില കലാകായിക മത്സരങ്ങളിലൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസിലൊക്കെ നടത്തുമ്പോൾ നിങ്ങളവരെ അഭിനന്ദിക്കണ്ടേ? അഭിനന്ദിച്ചില്ലെങ്കിൽ ആ അഭിനന്ദനം അവർക്ക് ആരിൽ നിന്ന് കിട്ടുന്നോ അവരിലേക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ മനസ്സ് ചാഞ്ഞു പോവും. അത് ആരായാലും, അപ്പോൾ അത് മണ്ണായാലും ശരി, പെണ്ണായാലും ശരി, അപ്രിഷിയേറ്റ് ചെയ്യാത്ത ഒരു സാധനവും നമ്മുടെ കൂടെ നിൽക്കില്ല എന്നുള്ളതാണ്. ഇതേ സാധനം തന്നെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ വന്നാൽ അറിയാം നിങ്ങൾ എത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡുള്ള ആളാണെന്ന്. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ സാധനത്തിനും നിങ്ങൾ അത്രമാത്രം വില നിങ്ങൾ കൊടുക്കും. വസ്ത്രമായാലും ശരി, നിങ്ങളുടെ മറ്റെന്ത് സാധനങ്ങളായാലും ശരി, നിങ്ങൾ ഉപയോഗിക്കുന്ന രീതി കണ്ടാൽ അറിയാൻ പറ്റും നിങ്ങൾ എത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ്. കാരണം ഇതെല്ലാം നമ്മുടെ അല്ലെങ്കിൽ വേറെ ആളുടെ കാശ് കൊണ്ടാണല്ലോ ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കളയാൻ തോന്നില്ല. കാരണം നമ്മൾ അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ ഒരു സാധനത്തിനെയും നമുക്ക് വില കുറച്ച് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും അതിൻ്റെ ഒരു വില നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിനെ സൂക്ഷിച്ച് വെക്കാൻ തോന്നും. നമ്മൾ ഉപയോഗിക്കുന്ന ഷൂ ആയാലും, പുസ്തകങ്ങളായാലും, വസ്ത്രങ്ങളായാലും, നമ്മുടെ വീട്ടിലെ മറ്റ് സാധനങ്ങളായാലും, നമ്മുടെ പഠനോപകരണങ്ങളായാലും എല്ലാത്തിനോടും നമുക്കൊരു ഒരു ബഹുമാനം ഉണ്ടാവും. അത് കളയാൻ തോന്നില്ല. ഇതാണ് ശരിക്കുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് വിശ്വവിഖ്യാതരായ ഡാൻസേഴ്സായിട്ട് VP ശാന്ത, ധനഞ്ജയന്മാരുടെ കൂടെ ഇടപെട്ടപ്പോഴാണ്. അവരുടെ ഒരു ഡ്രീം പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുറേ കാലം അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സ്റ്റാഫായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചപ്പോൾ ശരിക്കും ധനഞ്ജയൻ സാറിൻ്റെയും ശാന്ത അക്കയുടെയും ജീവിതത്തിൽ നിന്നാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ യഥാർത്ഥമായ വശം മനസ്സിലാക്കിയത്. അതായത് അവർക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഡാൻസ് കോസ്റ്റ്യൂമുകളായാലും, അവരുടെ അവാർഡുകളായാലും, അവരുടെ വീട്ടുപകരണങ്ങളായാലും, വാഹനമായാലും, പുസ്തകങ്ങളായാലും, ഈവൻ ആൾക്കാരെ വെച്ചിട്ട് പോലും വൃത്തിയാക്കി സൂക്ഷിക്കാനുള്ള അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു വലിയ മനസ്സാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഉള്ള ഒരു ചെറിയ കാര്യമായാൽ പോലും നിങ്ങൾ അതിനെ സൂക്ഷിക്കുന്ന രീതിയെ തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ, ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ നിങ്ങളുടെ ജീവിതത്തിൽ
പിന്നീട് വരുന്നതെല്ലാം നേട്ടങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് ഭക്ഷണം വെറുതെ കളയാൻ തോന്നില്ല. നമ്മൾ നോക്കിയാൽ വലിയ വലിയ ആൾക്കാരെയൊക്കെ നോക്കുക, അവരൊന്നും ഭക്ഷണം വെറുതെ കളയില്ല. അവർക്ക് അതിൻ്റെ വാല്യൂ നന്നായിട്ട് അറിയാം. കാരണം അവർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയോ ആൾക്കാർ ഭക്ഷണം കഴിക്കാതെ ഈ ലോകത്തുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഒരു നേരം നമ്മൾക്ക് സ്വാദില്ലെങ്കിൽ കൂടി ആ ഭക്ഷണം നമ്മൾ കഴിക്കും. കാരണം എന്താണ്, എത്രയോ ആൾക്കാർ ഇവിടെ ഭക്ഷണം ഇല്ലാതെ ആ ഭക്ഷണം നമുക്ക് കളയാൻ തോന്നില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ നമ്മളതിനെയൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്തേ മുന്നോട്ട് പോകും. അത് എന്ത് റിസോഴ്സ് ആയാലും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം മാത്രമല്ല കേട്ടോ, മറ്റുള്ളവരുടെ പണത്തിനെയും ബഹുമാനിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവും. ഇപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ നോക്കിക്കോ, നമ്മളെ ഈ പൊതു സാധനങ്ങൾ, അതായത് നമ്മളുടെ പബ്ലിക് ട്രാൻസ്പോർട്ടായാലും ഗവൺമെൻറ്റിൻ്റെ വസ്തുക്കൾ എന്ന് പറയുന്ന പല സാധനം, ബസ് സ്റ്റോപ്പുകൾ, അതുപോലെ റെയിൽവേ സ്റ്റേഷനുകൾ, ട്രെയിൻ, അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ അതിനോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് വളരെ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ചില സമയത്തൊക്കെ സമരങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ വാഹനങ്ങളൊക്കെ തല്ലി തകർക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, സത്യത്തിൽ അത് നമ്മളുടെ മണി തന്നെയല്ലേ. ശരിക്കും ആറ്റിറ്റ്യൂഡിൽ ഒരാൾക്ക് നശിപ്പിക്കാൻ തോന്നില്ല. അപ്പം സാധാരണ വലിയ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആൾക്കാർ ഈ സീറ്റൊക്കെ കുത്തിക്കീറുന്ന ആറ്റിറ്റ്യൂഡിലുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്. ഗവൺമെൻറ്റിനോടുള്ള പ്രതിഷേധം എന്തിനാണ് ഈ സീറ്റിനോടും വാഹനങ്ങളോടും അതുപോലെ സൗകര്യങ്ങളോടും കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാറില്ല. അപ്പോൾ പൊതുസ്ഥലങ്ങളായാലും നമ്മുടെ സ്വന്തം സ്ഥാപനങ്ങളായാലും അതിനെ വിലമതിക്കുക എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. അതിൽ ഏറ്റവും പ്രധാനം, നിങ്ങൾ ഒരു സാധനത്തിനെ നിങ്ങൾക്ക് കളയാൻ തോന്നില്ല, നിങ്ങളെല്ലാത്തിനെയും അതിന് വിലമതിക്കും. വസ്ത്രങ്ങളായാൽ തന്നെ നമ്മൾ ഉപയോഗിച്ചത് മോശമായാൽ അത് എടുത്ത് സൂക്ഷിക്കുന്നതിന് പോലും ഒരു രീതി കാണും നമ്മൾ. അപ്പോൾ നമ്മളുടെ പണം ചെലവഴിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളോടുള്ള നമ്മുടെ മനോഭാവം തന്നെയാണ് കൂടുതൽ അവസരങ്ങളും കൂടുതൽ റിസോഴ്സുകളും നിങ്ങളിലേക്ക് വരാനുള്ള അനുഗ്രഹം. അപ്പോൾ അത് ഉള്ളത് വൃത്തിയായിട്ട് ഉപയോഗിക്കുന്നവനെ കൂടുതൽ കിട്ടത്തുള്ളൂ എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഒരു 4 കെട്ട് വീട് സ്വപ്നം കാണുന്ന ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളുടെ സ്വപ്നം 4 കെട്ട് വീടാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ ഉള്ള വീട് എങ്ങനെയാണ്? ഇപ്പോഴുള്ള വീട് സൗകര്യക്കുറവാണ് സാറേ, അവിടെ വേണ്ട സൗകര്യങ്ങളില്ല, മുറ്റം വലുതല്ല, കിച്ചൺ ചെറുതാണ്, വർക്ക് ഏരിയ തീരെയില്ല, അതുപോലെ വെള്ളം ശരിയില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും 4 കെട്ട് വീട് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ അത്ഭുതത്തോടെ എന്നെ നോക്കി, എന്താ കാരണം? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ള വീടിനെ വളരെ ഭംഗിയായി നന്ദിയോടുകൂടി പരിപാലിക്കാൻ സാധിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വലിയ അടുത്ത സൗഭാഗ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റുക. ഇപ്പോൾ പ്രസൻറ്റിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് നിങ്ങൾക്ക് പുച്ഛമോ അതുപോലെ ആത്മാർത്ഥക്കുറവോ ഉണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നതും വലിയ ലോട്ടറി ഒന്നും അടിക്കത്തില്ല. ഇതിനേക്കാളും വലിയ ബെറ്ററായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല വരുന്നത്. വന്നാൽ തന്നെ അതിൽ നിങ്ങൾ പരാതികളായിരിക്കും കാണാം. അതുകൊണ്ട് റൈറ്റ് നൗ പ്രസൻറ്റിൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നു ആ കാര്യത്തെ മനോഹരമായി, എത്രയും സുന്ദരമായി, എത്രയും എഫിഷ്യൻ്റായിട്ടൊരു വേൾഡ് ക്ലാസ് നിലവാരത്തിൽ ചെയ്യുന്നതും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികൾ ഹയർ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലോട്ട് പോകും. അവരെല്ലാം ജീവിതത്തിൽ സമസ്ത മേഖലകളിലും രക്ഷപ്പെടുന്നത് കാണാം. ഇത് ഒരു ദിവസമോ 2 ദിവസമോ ആക്ട് ചെയ്യേണ്ട കാര്യമല്ല, അത് നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാവേണ്ട ഫീലിംഗ് ആണ്. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.